الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അഅറാഫിലെ 42-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون. والذين آمنوا വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ലാ നുകല്ലിഫു നാം നിയമമാക്കിയിട്ടില്ല, നിർബന്ധിക്കുന്നില്ല, നഫ്സൻ ഒരാളെയും, ഇല്ലാ വുസ്അഹ അതിൻ്റെ കഴിവിനല്ലാതെ, ഉലൈക അവർ, അസ്ഹാബുൽ ജന്ന സ്വർഗക്കാരാകുന്നു, ഹും ഫിഹാ ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിത്യവാസം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആശയം വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും മിക്കവാറും അതിൻ്റെ അർത്ഥം അറിയുകയും ചെയ്യും. എല്ലാ വാക്കും മുമ്പ് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ 2 സൂക്തത്തിൽ നരകക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. അതിൻ്റെ മുമ്പ് നരകക്കാർ പരസ്പരം തർക്കിക്കുകയും വെറുക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരോട് വെറുപ്പാണ്. അസൂയ കൊണ്ടൊന്നുമല്ല, ശിക്ഷയിൽ ഇങ്ങോട്ട് അകപ്പെടുമ്പോൾ എല്ലാറ്റിനോടും ഒരു വെറുപ്പ്. ഇത് രോഗികൾക്ക് നമുക്ക് അങ്ങനെയാണ്. എല്ലാറ്റിനോടും ഒരു ദേഷ്യം അല്ലേ? രോഗം വന്നാൽ നമുക്ക് വേറൊരു തലവേദന വന്നാൽ മതി, എല്ലാത്തിനോടും ഒരു ദേഷ്യം. ഭക്ഷണത്തിനോട് ഇഷ്ടമല്ല, വീട്ടുകാരോടൊക്കെ അത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ നരകത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നൊരു മാറ്റമില്ലല്ലോ ശിക്ഷയിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, നരകത്തെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അത്രയും കടുപ്പാണ്. അത് നമ്മൾ 38-ാമത്തെ ആയത്തിലൊക്കെ പറഞ്ഞില്ലേ, അവർ പരസ്പരം വെറുത്ത് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന വലിയ മെച്ചമുണ്ടോ? ഒരു മെച്ചമല്ല. അതുകൊണ്ട് കൂടുതൽ തലവേദന ഉള്ള ഒരാൾ ദേഷ്യപ്പെട്ട തലവേദന കൂടുക ചെയ്യുക. അപ്പോൾ അത് ഇവിടെ സ്വർഗത്തെ പറ്റി. ഈ നരകസ്വർഗങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഒരു വിചാരവുമില്ലാതെ ഖുർആൻ ഓതി തീർക്കണം എന്ന് നമ്മൾ ധൃതി വെക്കരുത്. ആ പേജ് മുഴുവനാക്കണം എന്നുള്ളതല്ല നമ്മളുടെ ആഗ്രഹം. നമ്മൾ ഈ ഖുർആൻ ഓതുന്നത് എന്തിനാ? നരകത്തുനിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓതി തീർക്കുക എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആ പറയപ്പെട്ട വിഷയം നമ്മളുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന സ്വർഗനരകങ്ങളാകുമ്പോൾ, അതിനെ നരകമാകുമ്പോൾ അതിൽ നിന്ന് അകലാനുള്ള ഒരു അതിന്ന് ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ആഗ്രഹം, സ്വർഗമാകുമ്പോൾ അതിൽ ചെന്ന് ചേരാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് മതി. നമ്മൾ അടുത്ത ആയത്തോതിൽ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൊണ്ട്, ഇതിന് ഹദീസും ആയത്തൊന്നും പറയേണ്ടതില്ല, ആലോചിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം. അങ്ങനെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെറിയ വിധത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. വല്ലദീന ആമനു ഈമാൻ കൈക്കൊള്ള ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈമാൻ കാര്യം എന്ന് പറയുന്ന അടിസ്ഥാന വിഷയങ്ങളും അതിനോടനുബന്ധമായി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഈമാൻ 70-ൽ പരം ശാഖകളുണ്ട് എന്നുവെച്ചാൽ ധാരാളം ഉണ്ട് 70 ആണെന്നല്ല. 6 ഈമാൻ കാര്യമുള്ളൂ നമ്മൾ എണ്ണി പഠിക്കുന്നതെങ്കിലും അതിൽ അടിസ്ഥാന കാര്യങ്ങളാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനോടനുബന്ധമായിട്ട് വരും. അതുകൊണ്ടായിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 70-ൽ പരം. 70, 700 എന്നൊക്കെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ ഈമാൻ കൈക്കൊള്ളുക. വഅമിലു സ്വാലിഹാത്തി ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇത് രണ്ടും പരസ്പര ബന്ധിതങ്ങളാണ്. അപ്പോൾ ഒന്ന് ഈമാനാണ്, ഒന്ന് ഇസ്ലാമാണ്. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കാര്യങ്ങളാണ്, പ്രവർത്തന കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ മുതൽക്ക് തുടങ്ങിയിട്ട് ഹജ്ജ് വരെ. അപ്പോൾ ഇത് രണ്ടും
ഈമാനുള്ള ആൾക്കാരുടെ അമലു സ്വാലിഹാത്താണ് നന്നാവുക. അല്ലാതെ ഈ അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല. അപ്പോൾ അമലു സ്വാലിഹാത്ത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാകുമ്പോൾ അവർക്ക് അതിന് എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി ലാ നുകല്ലിഫു നഫ്സൻ, ആ വിഷയത്തിൽ നാം നിയമമാക്കിയിട്ടില്ല. തക്ലീഫ് നമ്മൾ പറയാറുണ്ടല്ലോ, ബുദ്ധിഭ്രമമുള്ള, ബുദ്ധിക്ക് തകരാറുള്ള ആളുകൾക്ക് തക്ലീഫില്ല, നിയമബാധ്യതയില്ല എന്നാണ്. രോഗികൾക്ക് പല വിഷയത്തിലും നിയമബാധ്യതയില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിയമബാധ്യതയില്ല, തക്ലീഫില്ല. തക്ലീഫ് ഉണ്ടാകുക, നിയമബാധ്യത ഉണ്ടാകുക, പ്രായപൂർത്തിയാവുക, മുസ്ലിം ആവുക, ആരോഗ്യമുണ്ട്. പല കാര്യത്തിലും ആരോഗ്യം ഒരു ഘടകമാണ്. അതാണല്ലോ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ തടിയാലും മുതലാലും വഴിയാലും എന്നൊക്കെ പറയില്ലേ, തടിക്കാക്കുണ്ടാവുക. നോമ്പ് സാധാരണഗതിയിൽ നമുക്ക് നിയമമാണ്. എന്നാൽ ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിലോ അപ്പോൾ നോൽക്കണ്ട. ആരോഗ്യം ഉണ്ടാകുമ്പോൾ നോറ്റാൽ മതി. ആരോഗ്യം ഉണ്ടാവില്ലെങ്കിലോ നോൽക്കന്നെ വേണ്ട, അതിന് പ്രായശ്ചിത്തം. അപ്പം ഇങ്ങനെ തക്ലീഫ്, അതാണ് ലാ നുകല്ലിഫു. ഈ ഈമാനും അമലു സ്വാലിഹാത്തും കൈക്കൊള്ളുന്നതിന് അല്ലാഹു തആല നിയമമാക്കിയിട്ടില്ല നഫ്സൻ, ഒരാൾക്കും ഇല്ലാ ഉസ്അഹ, അതിൻ്റെ കഴിവനുസരിച്ചല്ലാതെ. ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ചാണ്. രോഗിക്ക് അളവുകളുണ്ട്. ഇനി കഴിവുള്ളവർക്ക് തന്നെ ചില പ്രത്യേക സന്ദർഭം ഞാൻ പറഞ്ഞതാണ്. നോമ്പ്, അതേപോലെ നമസ്കാരം നിന്ന് നിസ്കരിക്കണം എന്നാണ്. നിൽക്കാൻ വയ്യെങ്കിലോ ഇരിക്കാം, വയ്യെങ്കിലോ കിടക്കാം, അങ്ങനെ നിസ്കരിച്ചാൽ മതി. ഓരോ കാര്യങ്ങളിലും അല്ലാഹു തആല കഴിവിനനുസരിച്ചല്ലാതെ ആരെയും നിർബന്ധിച്ചിട്ടില്ല, നിയമമാക്കിയിട്ടില്ല. അതാണ് ലാ നുകല്ലിഫു നഫ്സൻ, ഒരു നഫ്സിനും ഒരു ശരീരത്തിനും നാം നിയമമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തക്ലീഫ് നിർബന്ധമാക്കിയിട്ടില്ല. ഇല്ലാ വുസ്അഹ, വുസ്അ കഴിവ് എന്ന, വാസിഅ് എന്ന അള്ളാഹുവിൻ്റെ ഒരു പര്യായമാണ്. വാസിഅ് കഴിവുള്ളവെന്ന്. അതിൻ്റെ കഴിവനുസരിച്ചല്ലാതെ നാം ഒരാളെയും നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ ഈമാൻ കാര്യം, ഈമാൻ ഉൾക്കൊള്ളുന്നതിനോ ഇസ്ലാം ഉൾക്കൊള്ളുന്നതിനോ അള്ളാഹു കഴിവിനനുസരിച്ചാണ് നിയമവും നിർബന്ധവുമാക്കിയിട്ടുള്ളത്. കഴിവുള്ളവർക്കെല്ലാം സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചു പോകുന്ന ആൾക്കാർക്ക് സക്കാത്ത് നിർബന്ധമില്ല. അപ്പോൾ ഏതൊരു സംഗതി, ഇസ്ലാമിലെ ആരാധനാ കാര്യങ്ങളാവട്ടെ വിശ്വാസ കാര്യങ്ങളാവട്ടെ, മനുഷ്യൻ ഉൾക്കൊള്ളുവാനും അനുഷ്ഠിക്കുവാനും കഴിയുന്ന വിധത്തിലാണ് അല്ലാഹു തആല നിയമമാക്കിയിരിക്കുന്നത്. നമ്മൾ അൽ-ബഖറ പഠിച്ചപ്പോഴും പഠിച്ചിട്ടില്ല, നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. അൽ-ബഖറൻ്റെ അവസാനത്തെ 2 ആയത്തുകളിൽ അത് ആമന റസൂലിൽ അത് വരുന്നുണ്ട്. ഉലൈക അസ്ഹാബുൽ ജന്ന, ഉലൈക അസ്ഹാബുൽ ജന്ന. അങ്ങനെ കഴിവനുസരിച്ച് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും കണിശമായും അനുവർത്തിച്ചു കൊണ്ടുവരുന്നവർ, ഉലൈക അവർ, അസ്ഹാബുൽ ജന്ന സ്വർഗക്കാരത്രേ. അതിങ്ങനെ സ്വർഗക്കാരത്രേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു പോകുകയല്ല. അവിടെ ഒന്ന് നിർത്തി ഒന്ന് ആലോചിക്കും. അവിടെ നിർത്തിയിട്ട് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യും. പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞു ചോദിക്കും. ആർക്കൊക്കെ വേണ്ടിയിട്ട്? ആദ്യം സ്വന്തത്തിന് വേണ്ടിയിട്ട്, പിന്നെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഉമ്മ വാപ്പ ഭാര്യ മക്കൾ. നമ്മളല്ലാതെ ആരാവർക്കും വേണ്ടി ചോദിക്കാനുള്ളത്? സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വർഗം ചോദിക്കണം. സ്വന്തം മക്കളുടെ കുറ്റങ്ങളും ന്യൂനതകളും പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ഉമ്മാക്കും വാപ്പാക്കും സഹോദരീ സഹോദരന്മാർക്കും മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും. അത് സ്വർഗത്തെ പറ്റി പറയുമ്പോൾ അള്ളാഹ് ആ സ്വർഗം എന്ന് വിനയത്തോടു കൂടി, വിധേയത്വത്തോടു കൂടി, താല്പര്യത്തോടു കൂടി അള്ളാഹ് പരിഗണിക്കുമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെങ്കിലുമാണ് അതിന് കുറേ നിബന്ധനകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളാണ്. നിത്യവാസികളാണ് എന്ന് പറയുമ്പോൾ അതും അങ്ങനെ വെറുതെ ഓതിപ്പോകാൻ പറ്റൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ പരാധീനതകളുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ. എന്നിട്ട് ആർക്കെയും ഈ ദുനിയാവ് മതിയായിക്കണം? ദുനിയാവിലെ ജീവിതം മടുത്തിരിക്കണം. ഇവിടെ ഇനി മരിച്ചാൽ ആരും ആഗ്രഹിക്കണില്ലല്ലോ. രോഗമായി കിടക്കുക, ശിഫ ആവില്ല എന്ന് തന്നെ. എന്നാലും നമ്മളെ പ്രതീക്ഷ എന്താ? ഒന്ന് മാറിയിട്ട് ഇനി ഇവിടെ ജീവിച്ചെങ്കിൽ എന്നാ. ആർക്കും ദുനിയാവ് മതിയായിട്ടില്ല. എന്താ കാരണം? ദുനിയാവ് ഭംഗിയുള്ളതാണ്, ദുനിയാവ് അലങ്കാരമാണ്, ദുനിയാവ് ആസ്വാദ്യതയാണ്.
അതോടൊപ്പം നമ്മൾ അനുഭവിക്കും. എന്നിട്ട് നമുക്ക് ദുനിയാവും അടുത്തിട്ടില്ല, ഇവിടുന്ന് വിട്ടുപോകാൻ താല്പര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയുള്ള സൗകര്യങ്ങളും സുഖങ്ങളും നമ്മുടെ സ്വാധീനങ്ങളും നമ്മുടെ അധികാരവും എല്ലാം വിട്ടേച്ച് ഇവിടുന്ന് ഒന്നാൻ പോകേണ്ടി വരുമല്ലോ, ഇവിടുന്ന് ഒന്നാൻ പോകണമല്ലോ. നമുക്കത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ നിത്യവാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസങ്ങളുള്ള ദുനിയാവിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയാലും മരിച്ചാതിരുന്നാൽ മതിയായിരുന്നു എന്നാണല്ലോ. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അപ്പോൾ പിന്നെ സ്വർഗലോകത്തിൽ നിത്യവാസമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭൂതി എത്ര, അതിൻ്റെ ഒരു ആസ്വാദ്യത എത്ര ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അതും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി 30കളുടെ പ്രായത്തിൽ ഒരു മനുഷ്യൻ ആരോഗ്യം മുറ്റി നിൽക്കുന്ന, ആരോഗ്യം മികച്ചു നിൽക്കുന്ന അങ്ങനെ സ്വർഗത്തിൽ നിത്യം. അപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യണ്ടേ നമ്മൾ. അർത്ഥം മനസ്സിലാക്കിയാൽ പോയാൽ പോരാ, അങ്ങനെ ഖുർആനോത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് നിർത്തുക കേട്ടോ. വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലാ നുക്കല്ലിഫു. അതിൻ്റെ സ്വർഗം പറയുമ്പോൾ നരകം പറയുക, നരകം പറയുമ്പോൾ സ്വർഗം പറയുക എന്ന് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. കഴിഞ്ഞ 2-3 സൂക്തത്തിൽ നരകത്തെ സംബന്ധിച്ചും നരകത്തിൽ അകപ്പെടുന്നവരെ സംബന്ധിച്ചും അവർക്കുള്ള പീഡനങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു. അതിന് അവരുടെ കാരണമായതിനെ സംബന്ധിച്ചും പറഞ്ഞു. കിബറും കെദിബും. ഇവിടെ സ്വർഗത്തെ നരകം പറഞ്ഞാൽ സ്വർഗം പറയുക എന്നുള്ള ഖുർആൻ്റെ ഒരു ശൈലിയും കൂടി നമ്മൾ ഉൾക്കൊള്ളും. വല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്അഹ. അതിൻ്റെ അടിയിൽ അല്ലാഹു തആല പറയുക, ഒരു മനുഷ്യനെയും അതിൻ്റെ കഴിവിനപ്പുറം നമ്മൾ നിർബന്ധിക്കുന്നില്ല, നിയമമാക്കുന്നില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിൻ്റെ അസ്ഹാബുകളത്രേ, ആളുകളത്രേ. ഹും ഫിഹാ ഖാലിദൂൻ, അവരവിടെ നിത്യമായി താമസിക്കുന്നവരായിരിക്കും. സ്വർഗത്തിൽ നിത്യവാസം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയതിനു വേണ്ട ജീവിത നിലപാടുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് എന്നും എല്ലായ്പ്പോഴും അല്ലാഹു തആല നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നീ നരകമുക്തി രേഖപ്പെടുത്തി സ്വർഗ്ഗലബ്ധി തീരുമാനിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.